എല്ലാവർക്കും ഡ്രൈവ് ഡോണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി ലൈഫ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ കൂട്ടാം എന്ന് നോക്കാം. ഇവിടെ ഞാൻ ടാറ്റയുടെ ടിയാഗോ EVയെ ആണ് എക്സാമ്പിൾ ആയി എടുത്തിരിക്കുന്നത്. ബാറ്ററി ചാർജിംഗ്. ഒന്നാമതായി നിങ്ങൾ എപ്പോൾ ചാർജിങ്ങിനിട്ടാലും അത് 100% ആയിട്ടേ ഡിസ്ചാർജ് ആക്കാവൂ. ഇത് ബാറ്ററിയുടെ ലൈഫ് കൂട്ടാനും അതുപോലെ വാഹനം ഉപയോഗിക്കുന്ന കാലഘട്ടം മുഴുവൻ അതിന്റെ റേഞ്ചിൽ കുറവുണ്ടാകാതിരിക്കാനും സഹായിക്കുന്നു. അതുപോലെ സ്ലോ ചാർജ് ഉപയോഗിക്കുന്നതും ബാറ്ററി ലൈഫിന് നല്ലതാണ്. നിങ്ങൾ ഫാസ്റ്റ് ചാർജ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഓരോ 4 ഫാസ്റ്റ് ചാർജ് കഴിയുമ്പോഴും ഒരു സ്ലോ ചാർജ് ഉപയോഗിക്കാൻ ശ്രമിക്കൂ. അപ്പോൾ ചെയ്യുന്ന സ്ലോ ചാർജ് 20%-ത്തിൽ നിന്നോ അതിന് താഴെ നിന്നോ തുടങ്ങി 100% ആക്കാൻ ശ്രമിക്കൂ. ബാറ്ററി സെൽ ബാലൻസിംഗും SOC കാലിബ്രേഷനും, അതായത് സ്റ്റേറ്റ് ഓഫ് ചാർജും നടക്കുന്നത് ചാർജിംഗ് 90%-ത്തിന് മുകളിൽ ആകുമ്പോഴാണ്. അതുകൊണ്ടാണ് 90%-ത്തിന് മുകളിൽ ബാറ്ററി വളരെ പതുക്കെ ചാർജ് ആകുന്നത്. അതുകൊണ്ട് 100% ആകുന്നതിന് മുൻപ് ചാർജിംഗ് സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കൂ. അത് ബാറ്ററി ലൈഫിനെ ബാധിക്കും. ഉയർന്ന അന്തരീക്ഷ താപനില. നല്ല ചൂടുള്ള സമയത്തു, പ്രത്യേകിച്ച് വേനൽക്കാലത്തു രാത്രിയിൽ വണ്ടി തണുത്ത സമയത്തു ചാർജ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കുറെ അധികം ദൂരം ഓടിയതിനു ശേഷം വണ്ടി കുറച്ചു തണുത്തിനു ശേഷം ചാർജ് ചെയ്യുന്നതും നല്ലതാണ്, പ്രത്യേകിച്ച് വേനൽക്കാലത്ത്. ഇത് രണ്ടും ബാറ്ററി ലൈഫ് കൂട്ടാൻ സഹായിക്കും. പാർക്കിംഗ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിൽ ശ്രദ്ധ കൊടുത്താൽ അങ്ങനെയും ബാറ്ററി ലൈഫ് കൂട്ടാൻ സാധിക്കും. നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത രീതിയിൽ പാർക്ക് ചെയ്യാൻ ശ്രമിക്കൂ. മരങ്ങളുടെ തണലിലും മറ്റും. ഇത് ബാറ്ററിയുടെ താപനില കൂടാതിരിക്കാൻ സഹായിക്കും. ഇങ്ങനെയുള്ള കുറച്ചു കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ വച്ചാൽ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനത്തിന്റെ ബാറ്ററി ലൈഫ് കൂട്ടാനും അതുപോലെ റേഞ്ച് നിലനിർത്താനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്നു വിചാരിക്കുന്നു. ഇതുപോലെ ഉപയോഗപ്രദമായ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.